നിലമ്പൂരിൽ ഈ പ്രചാരണത്തിന്റെ ചൂട് വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് നേതാക്കൾ തമ്മിലുള്ള വാക്പോരും വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഒരു വലിയ വാക്പോരുണ്ടായിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ പേരിലാണ്. ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വിതരണം ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നുണ്ട്. അത് തിരഞ്ഞെടുപ്പ് കൈക്കൂലി എന്നുള്ളൊരു രീതിയിലാണ് എന്നുള്ളൊരു പ്രസ്താവന കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനെ വലിയ തോതിൽ ഇടതുപക്ഷം അതിനെ കൗണ്ടർ ചെയ്യുകയുണ്ടായി. പാവപ്പെട്ട ജനങ്ങൾക്കുള്ളൊരു സഹായം കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിനെ തിരഞ്ഞെടുപ്പ് കൈക്കൂലി എന്നൊക്കെ പറഞ്ഞുള്ളൊരു പ്രയോഗം കൊണ്ട് വിശേഷിപ്പിക്കുന്നത് വളരെ മോശമാണ്. അതിൽ കെ.സി. വേണുഗോപാൽ മാപ്പ് പറയണമെന്നൊക്കെയാണ് LDF നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിജയരാഘവനൊക്കെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചാരണം നടത്തുന്നുണ്ട്. അദ്ദേഹവും വാർത്താ സമ്മേളനത്തിലെല്ലാം ഈ കാര്യം ആവശ്യപ്പെടുകയുണ്ടായി. ഈ വിവാദം സംബന്ധിച്ചുള്ള ഒരു വാർത്ത കണ്ട് തിരിച്ചുവരാം. ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പ് കൈക്കൂലി എന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ പ്രസ്താവന വിവാദമായതോടെ ക്ഷേമ പെൻഷനെ ചൊല്ലിയായി നിലമ്പൂരിലെ പ്രധാന ആരോപണ പ്രത്യാരോപണങ്ങൾ. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനത്തിനുപരിയായി നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന് ചൂടുപിടിപ്പിച്ചു. പെൻഷൻ കുടിശ്ശിക വരുത്തി ഇടതു സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. മാസങ്ങളോളം പെൻഷൻ കുടിശ്ശിക വരുത്തിയതിനു ശേഷം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വിതരണം ചെയ്യുന്നു. പാവപ്പെട്ട ജനങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും മുതലെടുക്കുകയാണ് ഇടതുമുന്നണി ചെയ്യുന്നതെന്നും VD സതീശൻ ആരോപിച്ചു. ആളുകളെ കളിപ്പിക്കുന്ന രീതിയാണെന്നാണ് പറഞ്ഞത്. ക്ഷേമനിധികളിൽ നിന്ന് ഗവൺമെന്റ് 2500 കോടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്ഷേമനിധിയുടെ സാമ്പത്തിക സ്ഥിതി ബാധിക്കും. ഏറ്റവും പാവപ്പെട്ടവന് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ഉൾപ്പെടെ 1 കോടി ആളുകൾക്ക് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് കേരളത്തിൽ. 1 കോടി ആളുകൾ. അതേസമയം VD സതീശന് മറുപടിയുമായി CPIM നേതാവ് A. വിജയരാഘവൻ രംഗത്തെത്തി. ഉമ്മൻചാണ്ടി സർക്കാർ പെൻഷൻ വിതരണം ചെയ്യാതിരുന്നത് കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയായിരുന്നോ എന്ന് VD സതീശൻ വ്യക്തമാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എല്ലാ കാലത്തും ദുർബല ജനവിഭാഗത്തെ അവഹേളിക്കുന്നതിൽ ആഹ്ലാദിക്കുന്നവരാണ് കോൺഗ്രസ് എന്നും ആ സ്വഭാവത്തിന് വംശനാശം സംഭവിച്ചിട്ടില്ലെന്ന് വീണ്ടും തെളിയിച്ചെന്നും A. വിജയരാഘവൻ പറഞ്ഞു. വലിയ പ്രതിസന്ധി രൂപപ്പെട്ട സന്ദർഭത്തിൽ നമുക്കൊരു 2-3 മാസത്തെ ബാക്കി വന്നു. 2-3 മാസത്തെ ബാക്കി വന്നാൽ ഏറ്റവും പെട്ടെന്ന് ഒരുമിച്ച് കൊടുക്കും. അതിലെ സാധാരണ പതിവ്. ഉമ്മൻചാണ്ടി 18 മാസത്തെ പെൻഷൻ കൊടുക്കാതിരുന്നത് കൈക്കൂലി കൊടുക്കുന്ന മാതിരി കൊടുക്കാനാ? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ തീരുമാനിച്ചതാണ് പെൻഷൻ കുടിശ്ശിക വിതരണമെന്നും പെൻഷൻ വാങ്ങുന്നവരെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്നും ധനമന്ത്രി KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. പെൻഷൻ വിഷയത്തിലെ UDF പ്രസ്താവന ആയുധമാക്കി മണ്ഡലത്തിൽ ഇടതുമുന്നണി വ്യാപക പ്രചാരണം നടത്തുന്നുണ്ട്. അതിനോടൊപ്പം 2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകുന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമോ എന്ന ആശങ്ക UDF ക്യാമ്പിലും നിലനിൽക്കുന്നുണ്ട്. VS അനന്തു, ദൂരദർശൻ ന്യൂസ്, നിലമ്പൂർ.